കല്ലാർകുട്ടി മേഖലയിലെ പട്ടയ വിഷയത്തിൽ തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 3500-ലധികം കുടുംബങ്ങളാണ് പട്ടയം ലഭിക്കുന്നതും കാത്ത് കല്ലാർകുട്ടി മേഖലയിൽ കഴിയുന്നത്. പട്ടയമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഇനിയും ഫലപ്രാപ്തിയിലെത്താത്തതിൽ പ്രദേശവാസികളെ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. കല്ലാർകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ്. നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം. പ്രദേശവാസികളുടെ പട്ടയമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഇനിയും ഫലപ്രാപ്തിയിലെത്താത്തതിൽ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. ഇടുക്കി ജില്ലയുടെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഭൂസംബന്ധമായ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള നടപടികൾ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പും കേരള സർക്കാരും സ്വീകരിക്കുമ്പോഴും കല്ലാർകുട്ടി കാച്ചുവണ്ടി ഏരിയയുമായി ബന്ധപ്പെട്ട 4000-ഓളം വരുന്ന കർഷകർക്ക് പട്ടയം നടത്തുന്നതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ ദേവുളം MLA സബ്മിഷന് മറുപടിയായി പറഞ്ഞത് എല്ലാവർക്കും പട്ടയം കൊടുക്കുന്നു. പക്ഷേ റവന്യൂ വകുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഈ സംഭവത്തിൻ്റെ എല്ലാം ഡിജിറ്റൽ സർവേയും നടത്തിയതാണ്. പക്ഷേ പട്ടയം കൊടുക്കാനുള്ള നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അടിയന്തരമായിട്ട് അതിനുള്ള നടപടി സ്വീകരിക്കണം. പട്ടയ ലഭ്യതയ്ക്കായി സർക്കാരിന്റെ ഇടപെടൽ എന്ന ആവശ്യം കുടുംബങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തൂവൽ, കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന 3500-ലധികം കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭ്യമാക്കേണ്ടതുള്ളത്. പട്ടയ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിനായി രൂപം കൊണ്ട പട്ടയ അവകാശ സംരക്ഷണ വേദി മുമ്പ് വിവിധ സമര പരിപാടികൾക്ക് രൂപം നൽകിയിരുന്നു. പട്ടയ വിഷയത്തിൽ ഇനിയും തങ്ങൾക്ക് നേരെ മുഖം തിരിക്കരുതെന്നാണ് കല്ലാർകുട്ടിയിലെ കർഷക കുടുംബങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.